എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കിന്നൊരു പൊങ്കൽ ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമായത്. പിന്നെ തിന്നാനും എളുപ്പമാണ്, വായിലങ്ങ് ഇട്ടങ്ങ് താണു പോകും. ഞാനൊരു കടായി അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് എന്തെല്ലാം വേണ്ടതെന്നുള്ളത് നോക്കാം. 1 കപ്പ് പച്ചരി വേണം, 1/2 കപ്പ് ചെറുപയറിൻ്റെ പരിപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ 1 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ കറിവേപ്പില, പിന്നെ പെരുങ്കായം, അണ്ടിപ്പരിപ്പ്, പച്ചമുളക്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ നെയ്യും ഉപ്പും, അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. നമുക്കിനി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം ചീൻചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഈ അരിയും പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലോണം വറക്കണം. ഒരു 2-3 മിനിറ്റ് നല്ലോണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വറക്കുക. അപ്പം നല്ലൊരു മണം വരും. ആ മണം വരുമ്പോൾ നമുക്കിതങ്ങ് ഇറക്കി വെക്കാം. ഒന്നും കൂടി ആയി വരണം. നല്ലൊരു മണം ഉണ്ടാവും ഇതിന് വറുത്താൽ. എന്നാലാ ഈ ശരിക്കും പൊങ്കൽ നല്ലൊരു മണം വരുക. എന്നിട്ട് ഇനി നമുക്കിതൊരു വെള്ളത്തിലിട്ട് കഴുകിയെടുക്കാം. 2-3 പ്രാവശ്യം കഴുകി എടുത്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടുപ്പിൽ വെച്ച് ചൂടാക്കി വെക്കാം. ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യാണ് കാര്യമായിട്ട് വേണ്ടത്. ഇത് തിന്നാൻ മത്ത് പിടിച്ചിട്ടുണ്ടാവും, പക്ഷേ തിന്നാൽ ഒയ്യേയില്ല. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരുങ്കായം ചേർത്ത് കൊടുക്കാം. നെയ്യ് ഉരുകി വന്നിട്ടുണ്ട്. 1/4 ടീസ്പൂൺ പെരുങ്കായം. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി. പെരുങ്കായം ഒന്ന് പൊരിഞ്ഞുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കുക. പിന്നെ 3 പച്ചമുളക് എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചേർക്കാമേ. ഞാൻ 3 പച്ചമുളക് ചേർത്ത്, ചെറിയൊരു എരിവ് അത്രയേ പാടുള്ളൂ. പിന്നെ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് പിന്നെ അരിയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. കഴുകി വെച്ചിട്ടില്ല, അരി ഇതിലങ്ങിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1.5 കപ്പ് അരിയും പരിപ്പും കൂടിയുള്ള, അപ്പോൾ അതിന് 5.5 കപ്പ് വെള്ളം ഒഴിക്കണം. 5.5 അല്ലെ 6. അതിൽ കൂടുതൽ വേണ്ട, കുറഞ്ഞു പോയാൽ പിന്നെ ഇത് ഒരു മരം പോലെ പോകണ്ട്. കൂടുതലായാലും പായസം പോലെയായി പോകേണ്ടത്. ഇത് ഒരു 5.5-6 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുണ്ടാവും. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മൂടി വെച്ചേക്ക്. കുക്കർ മൂടിയിട്ട് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ്. അപ്പം വിസിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 5 മിനിറ്റ് വെക്കുമ്പോഴത്തേക്ക് തന്നെ നല്ലോണം ആവി വരും. ആവി വരുമ്പോൾ നമ്മൾ വിസിലും ഇട്ട് അതിപ്പോൾ 5 വിസിൽ വന്നിട്ടുണ്ട്. 5 വിസിൽ വന്നിട്ട് നമുക്കിത് ഇറക്കി വെക്കാം. ഇപ്പോൾ ആവിയെല്ലാം ഇറങ്ങി നല്ലോണം എല്ലാം ഇറങ്ങിക്കഴിഞ്ഞാലാണേ കുക്കർ തുറക്കാവും. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കണ്ട നല്ലോണം നല്ലോണം വെന്ത് നല്ല മലന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടാകട്ടെ. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഒഴിക്കുന്ന ഭാഗം എങ്ങനെയോ ഇരുന്ന് കട്ടായിപ്പോയി. അതുകൊണ്ട് നിങ്ങൾ 2 ടേബിൾ സ്പൂണാണ് നെയ്യ് ഒഴിക്കണ്ടേ. എന്നിട്ട് അണ്ടിപ്പരിപ്പ് നല്ലോണം ഒന്ന് പൊരിഞ്ഞ് വരുമ്പോൾ എന്നിട്ട് നല്ലോണം ഇളക്കി അത് ചൂടായി വരും. നല്ലൊരു മണം ഉണ്ടാവില്ലേ, അത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇതാണ് ശരിക്കും ഇങ്ങനെയാണ് ചേർക്കേണ്ടത്. പക്ഷേ ചിലരെല്ലാം പിള്ളമാർ തിന്നൂല, പെറുക്കി വെച്ച് കളയുന്നിട്ട് ഞാൻ ഇടക്കെല്ലാം പൊടിച്ചിട്ട് തന്നെയാണ് ചേർക്കുക. പിന്നെ എന്നിട്ട് ഈ അരിയും ഇതിലങ്ങ് ചോറ് ഈ കുക്കറിലുള്ള സാധനങ്ങൾ ഇതെല്ലാം ഇതിലങ്ങ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങളൊന്നും വിചാരിക്കണ്ടേ കുക്കർ ഇങ്ങനെ തിരിച്ച് വെച്ചാൽ ക്യാമറ ഇപ്പറാളുള്ള പിള്ളേർ എന്നെ കൂട്ടം കൊടുക്കുന്നുണ്ട്, ഇതെന്തുന്നാ ഇതെന്നും പറഞ്ഞിട്ട്. ഞാൻ തക്കോനാ
ഒക്കെ അങ്ങനെയുള്ളൂ. അപ്പോൾ ഇതിങ്ങനെയാണ് ഉണ്ടാവുക. ഇത് എന്നിട്ട് നല്ലോണം തിരിച്ച് മറിച്ച് വിട്ട് നല്ലോണം ഇളക്കിയെടുത്ത് വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. ഇപ്പം തന്നെ എന്തൊരു മണമെന്നറിയോ, നല്ല മണമുണ്ട്. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് പറയണം എന്നോട്. നല്ല മണം. ഒരു വ്യത്യസ്തതയല്ലേ, ഓരോ ദിവസം എല്ലാം നമ്മൾ എല്ലാന്നൊരു വീട്ടും പത്തലും തന്നെ നിന്നാൽ വയ്യ. അപ്പം ഇതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഉപ്പ് നോക്കാം. നമുക്ക് ഉപ്പ് കറക്റ്റാണ്. ഉപ്പില്ലെങ്കിൽ ഈ സമയത്ത് ചേർക്കാവേ. പൊടിയുപ്പ് നല്ലോണം ചെറുങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അങ്ങ് ഇളക്കി കളഞ്ഞാൽ മതി. അതുകൊണ്ട് എപ്പോഴും കുറച്ചിട്ടാൽ മതി, കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇത് ഇങ്ങനെ സാമ്പാറും ചട്നിയും വടയെല്ലാം കൂട്ടി തിന്നുമ്പോഴൊരു സുഖം. ഇന്ന് ഞാനിതും തിന്നൊരൊറ്റ ഉറക്കമായിരിക്കും. ഉച്ചക്ക് ചോറൊന്നും വെക്കലുണ്ടായില്ല, തിന്നലുണ്ടായില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച വേറൊരു ഡിഷായിട്ട് വരുന്നവരെ താങ്ക് യു.